ഇത് ബീഫ് 2 വിസിൽ വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഈ വേവിച്ചെടുത്ത ബീഫ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി ഇതിലുള്ള ഗ്രേവി നമുക്ക് ഫ്രൈഡ് റൈസൊക്കെയുള്ള ഗ്രേവി ആക്കി എടുക്കാനൊക്കെ പറ്റും, അല്ലെങ്കിൽ കടലക്കറിയിലൊക്കെ ഒഴിച്ച് കൊടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്കൊന്ന് മസാല തേച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അരച്ച് വെച്ചിട്ടുള്ള മീനുക്കും ചിക്കനക്കും ബീഫുക്കൊക്കെ തേക്കാൻ പറ്റുന്ന ഒരു മസാലയാണിത്. അത് ഞാൻ ഇത് റെഡിയാക്കി എടുത്താണ്. ഇതിൻ്റെ ലിങ്ക് ഞാനിതിൽ കൊടുക്കാം കേട്ടോ. പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി, 1.5 ടീസ്പൂൺ അരിപ്പൊടി. അത് നിങ്ങൾ എത്ര ക്വാളിറ്റിയിലാണ് എടുക്കുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾ മാവ് ഇതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ബിരിയാണി മസാലയാണ്. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് യൂസ് ചെയ്യുക. നിങ്ങളെടുത്ത് ഉണ്ടാകുന്ന ഇതിനനുസരിച്ച് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണിത്. പിന്നെ മസാല ഉണ്ടാക്കണതിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ബീഫ് റെഡിയാക്കിയപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഉപ്പിന് ആവശ്യമില്ല. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കളറ് വേണമെങ്കിൽ കളറ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ കളർ ചേർത്ത് കൊടുക്കണില്ല. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചട്ടി നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ മസാല തേക്കുന്ന സമയത്ത് തന്നെ ചട്ടി റെഡി ആവാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിരുന്നു. അതാണ് ഇട്ടത് പൊഴഞ്ഞ് പോയത്. അപ്പോൾ എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വാങ്ങാൻ പോവാം. അങ്ങനെ നമ്മളെ ബീഫ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്, ബീഫ് ചില്ലി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.